നമസ്കാരം. സബലമ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജീവിതം എന്ന് പറയുന്നത് സന്തോഷങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ശക്തി നൽകേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ അവസരങ്ങൾ കണ്ടെത്തണം. ഗൾഫ് പോലുള്ള രാജ്യത്ത് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമുണ്ട്. അതെല്ലാം തരണം ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള 2 പേരാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. ബ്രൈറ്റ് ഇലക്ട്രിക് മെറ്റീരിയൽസ് ട്രേഡിങ്ങിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള സുബൈർ സാറും ഷമീർ സാറുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. രണ്ടുപേരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ. ബ്രൈറ്റ് ഇലക്ട്രിക് മെറ്റീരിയൽസ് ട്രേഡിംഗ് 10 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന 2 പേരാണ് എൻ്റെ മുന്നിലുള്ളത്. സാറിൻ്റെ നാട് എവിടെയാണ്? നാട്ടിൽ മലപ്പുറം തിരൂർ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ, അപ്പ, സിസ്റ്റേഴ്സ്, വൈഫ്. സാറിൻ്റെ? ഞാനും മലപ്പുറം തിരൂരാണ്. പൊന്മുണ്ടം എന്നാണ് സ്ഥലം. എൻ്റെ വീട്ടിൽ മക്കളുണ്ട്, 3 മക്കളുണ്ട്, വൈഫ്. ഞങ്ങൾ മൊത്തം 5 പേര്. 5 പേര്. അപ്പോൾ ആരാണ് ആദ്യം ഗൾഫിലേക്ക് വന്നത്? 2 പേരിൽ സാറാണോ? അതിൽ ഞാനാണ് നേരത്തെ എത്തിയത്. ഒരു ഏകദേശം 2 മാസം മുന്നേ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ സുബൈർ എത്തുന്നത്. 2 മാസത്തിന് ശേഷം. സാർ എത്തിയ വർഷം? ഞാൻ എത്തിയ വർഷം 2004 ഡിസംബർ 31. ഓക്കെ. ന്യൂ ഇയർ ഞാൻ ഇവിടെ ഇറങ്ങിയത് 2005 സ്റ്റാർട്ടിങ്. അങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നേ 2 മാസം മുന്നായിരുന്നു ഷമീർ ഒക്കെ വന്നത്. അപ്പോൾ തുടക്കത്തിൽ സാർ ജോലിയായിരുന്നോ? ജോലിയായിരുന്നു. സാറും ഒരേ സ്ഥലത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ ഒരു ഫീൽഡിൽ തന്നെയുള്ള ജോലി തന്നെയായിരുന്നു? ഈ ഫീൽഡ് തന്നെ. അബുദാബിയിലായിരുന്നു. അവിടെ അപ്പോൾ എത്ര വർഷമായിട്ട് ജോലി ചെയ്തു? 7 ഇയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. 7 ഇയേഴ്സ് അവിടെ ജോലി ചെയ്തു. പിന്നീടാണ് നമ്മൾ റാസ്ലൈനിലേക്ക് വന്നത്. അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ അത് എപ്പോഴായിരുന്നു അത് ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹം അങ്ങനെയാണല്ലോ. ഒരു സ്വന്തമായിട്ടൊന്ന് നോക്കണം, പിന്നെ ഒരാളെ കീഴിലേക്കണം, നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഡെവലപ്പ് ആവണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാ ഇപ്പം ചാൻസ് വന്നപ്പോൾ നമ്മൾ 2 പേരും കൂടി ഒന്നിച്ചിട്ട് തുടങ്ങി. നമ്മളൊരു സുഹൃത്തും കൂടി ഇതിലൊരു പാർട്ണറാണ്. ഒരാളുണ്ട് നമ്മുടെ സുഹൃത്തുണ്ട് പുറത്താണ്. തുടക്കത്തിൽ ഇപ്പം ജോലി ആയിരുന്നല്ലോ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അല്ലേ 2 പേർക്കും? അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്കിത് തുടങ്ങാനുള്ളൊരു ഇത് വന്നത്. എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് ഒരുപാടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മളെ ഒരു വിജയത്തിന് ഇത്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് എല്ലാവരും അങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കസ്റ്റമേഴ്സും നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഇത്. യുഎയിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണല്ലോ നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുന്നത്. തുടക്കത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ തുടക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ? അതെന്താ വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഏതെല്ലാം എന്നുള്ള ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളാണ് മുന്നോട്ട് പോയത്. നമുക്ക് ഇവിടെ എന്തൊക്കെ ബ്രാൻഡ്സ് ഒക്കെയാണ് ഉള്ളത്? ഇവിടെ ഇലക്ട്രിക്കൽ എല്ലാ ബ്രാൻഡും ഉണ്ട് നമ്മുടെ അടുത്ത്. മെയിൻ എല്ലാ കസ്റ്റമേഴ്സും, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഇത് വരുത്തില്ല നമ്മൾ. പിന്നെ നമ്മൾ സ്റ്റാഫിനെ പറയുകയാണെങ്കിൽ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും. നമ്മളൊരു പിന്നെ മുതലാളി എന്നുള്ള ഇതിൽ അങ്ങനെ ആരും ഞങ്ങൾ 2 പേരായാലും അവരുടെ ഇടയിൽ നമ്മൾ പെരുമാറില്ല. നമ്മളെല്ലാവരും അവരായാലും അങ്ങനെയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളെ വിജയം ടീം വർക്കാണ്. ഒരു വർക്കാണ് നമ്മൾ വിജയം. തീർച്ചയായും അതാണ് നമ്മൾ മെയിൻ.
നമ്മൾ 2024 നമ്മുടെ ഹാഗർ പ്രൊഡക്ട്സിന് അല്ലേ ഒരു ബെസ്റ്റ് റീസെല്ലർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഹാഗർ നമ്മൾ നല്ലോണം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹാഗർ എന്നല്ല വേറെ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാഗർ നല്ലോണം സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. തുടക്കത്തിലെ പോലല്ല നമ്മളിപ്പോൾ 2026 ആയിരിക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസുകൾ ബിസിനസ് രംഗത്ത് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? അത് മെയിനായിട്ട് തന്നെ പ്രൈസിൻ്റെ വേരിയേഷൻ നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചി ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രിഫറൻസ്, അതിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീറ്റർ കൂടി, അതെല്ലാം ഉണ്ട്. എല്ലാത്തിലും ഒരു ഫാക്ടറാണ്. ഇത്രയും വർഷമായിട്ട് ഈ ഒരു പ്രവാസ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അല്ലേ? അപ്പം സാറിൻ്റെ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ? തീർച്ചയായും പിന്നെ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും. തന്നെ ഈ ഒരു ബിസിനസ്സുമായിട്ട് എല്ലാവരും സപ്പോർട്ടാണ്. വൈഫായാലും എനിക്ക് 4 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. 4 കുട്ടികളാണ്, 2 പെൺകുട്ടിയും 2 ആൺകുട്ടിയും. എല്ലാവരും പിന്നെ ഫാദറായാലും മദറായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. 2 അനിയന്മാർ എൻ്റെ ഇവിടെ ഉണ്ട്, യുഎയിലുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും നാട്ടിലാണ്. ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ, പിന്നെ ഇപ്പം നാട്ടിലാണ്. സാറിൻ്റെ ഫാമിലി സപ്പോർട്ടൊക്കെ? തീർച്ചയായിട്ടും അവരാണ് എനിക്ക് പ്രചോദനം തന്നത്. അവരെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ 10 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും രണ്ടുപേരും ഈ പറഞ്ഞ 7 വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ പ്രൈസിന്റെ കാര്യമാണ്, മെറ്റീരിയൽസിന്റെ കാര്യമാണെങ്കിലും അതിന്റെ എല്ലാ തരത്തിലുള്ളതും അറിയാം. അതെ. ഇനി നമുക്കിപ്പം ഈ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ നിലവിൽ? ഇപ്പോൾ ഈ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ, നിലവിൽ ഇപ്പോൾ ഈ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ പ്ലാൻ ഉണ്ട് തുടങ്ങണം എന്നുള്ള. അപ്പം ഈ ഒരു ബിസിനസ് ചെയ്തപ്പോൾ റാസൽ ഖൈമയിൽ ഈ ഒരു സ്ഥലം അതെന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്, ഈ ഒരു ലൊക്കേഷന്? അത് നമുക്ക് നമ്മൾ അബുദാബിയിലുള്ള ടൈമിൽ തന്നെ പിന്നെ കുറേ ബന്ധങ്ങളുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ തന്നെ ഈ ഏരിയ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ആ ബന്ധങ്ങൾ ഇങ്ങനെ നിലനിർത്തി പോകുന്നു. ഇപ്പോൾ ഈ 10 വർഷമായിട്ടും ഇങ്ങനെ നിലനിർത്തി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജസീറനെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ നമ്മളെ അങ്കിളായിരുന്നു ഞങ്ങളിവിടെ കൊടുന്നത്, തിരിച്ചത്. അതായത് ഇവിടെ കൊടുന്നത് ഒരു വൈകാട്ടി എൻ്റെ അങ്കിളായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ കാണുമല്ലോ ഏറ്റവും കൂടുതൽ. തീർച്ചയായും അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതെ. തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്ക്? തീർച്ചയായിട്ടും. നമ്മൾ തുടങ്ങിയ ടൈമിന് പെട്ടെന്ന് ഇവിടുന്ന് മാറാനൊന്നും കഴിയില്ല. കുറെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഞാനൊക്കെ ഇവിടെ വന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോയത്. 4 വർഷം വരെ സ്റ്റാർട്ടിങ് 4 ഇയറിൻ്റെ അടുത്തായിരുന്നു ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോയത്. അപ്പോൾ സ്റ്റാർട്ടിങ് വന്നത് അതായത് 2005 വന്നു, എന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോയത്. തുടക്കത്തിൽ ഇപ്പം രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ബിസിനസ് ചെയ്യാനായിട്ടാണെങ്കിലും. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത് ആ എക്സ്പീരിയൻസും കൂടി ഇവിടുത്തെ എക്സ്പീരിയൻസും കൂടി കൂടി ആയപ്പോൾ ഇവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നാട്ടിൽ ഈ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ നേരെ പഠിത്തം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ഈ ഫീൽഡ് ഒന്നും അറിയില്ല. ഒരു A to Z എനിക്ക് ഇലക്ട്രിക്കൽ പരമായിട്ട് ഒന്നും അറിയില്ല. നമ്മൾ കണ്ട് എന്നല്ലാതെ നാട്ടിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങൾ കണ്ടെന്നല്ലാതെ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട് സാർ രണ്ടുപേരെയും പരിചയപ്പെടാനായിട്ട് പറ്റിയത്. ഇപ്പം 10 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും സാറ് പറഞ്ഞതുപോലെ ഇവിടെ കുറേ ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ. കസ്റ്റമേഴ്സ് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഏത് സമയത്തും എപ്പോഴും അവൈലബിൾ ആണ്. ഇൻ കേസ് പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അവർക്ക് കൊറിയർ സർവീസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് അവർക്ക് അവൈലബിലിറ്റി എല്ലാം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ പോട്ടെ. അപ്പം രണ്ടുപേരും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബ്രൈറ്റ് ഇലക്ട്രിക് മെറ്റീരിയൽസ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടു പോകുന്ന സുബൈർ സാറും ഷമീർ സാറുമായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അതിഥികളായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. അതിൽ സാറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അതിൽ നമുക്കൊരു ടീം വർക്ക് ഉണ്ടായിരിക്കണം.
അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 10 വർഷം പിന്നിട്ടിരിക്കുകയാണ്, വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ അവരൊരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും, ഇനി ബിസിനസ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.